വിജയ, നമ്മളിതിപ്പോ അവിടെ വന്ന് നിന്നെന്ന് ഓർമ്മയുണ്ടോ? നമ്മള് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ തട്ട് ഇപ്പൊ ഗോളി പോസ്റ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, ദാസനും വിജയനും. അപ്പൊ നല്ല ഗോളി പോസ്റ്റാണ്, ഇളകുന്നൊക്കെ നല്ലൊരു ആട്ടമുണ്ട്. ഇന്നത്തെ നമ്മളെ സ്ഥാനാർത്ഥി ആരാന്നറിയാലോ? അറിയാം. രണ്ടാമതും സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ഈ വാർഡിൽ തന്നെ മത്സരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് രണ്ടാമത് മത്സരിക്കുന്ന സീമ സനോജാണ് നമ്മുടെ സീമ സനോജ്. അത് കഴിഞ്ഞ പ്രാവശ്യവും സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയാണ്, ഈ പ്രാവശ്യവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രണ്ടു പ്രാവശ്യവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് ചോദിച്ചറിയാം. അത് നമുക്ക് ചോദിച്ചറിയണം. അത് കാരണം അതൊരു കഴിഞ്ഞ പ്രാവശ്യം ശക്തമായ മത്സരത്തില് ത്രികോണ മത്സരമൊക്കെ ആയിരുന്നു എന്നാണ് എന്റെ അറിവ്. ആ മത്സരത്തിലും സ്വതന്ത്രമായിട്ട് ജയിച്ചു കാരണം ഇയാള് അപ്പൊ പുലി തന്നെയാണ്. അപ്പൊ ഈ അയ്യങ്കുന്ന് മേഖല എന്ന് പറയുന്നത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. അപ്പൊ ഒരുപാട് തവണ പുലിയും കടുവയും ഒക്കെ ഇറങ്ങിയ സ്ഥലങ്ങളും കൂടിയാണിത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പുലി സ്ഥാനാർത്ഥിയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ നമുക്ക് പോയേക്കാം. അടിപൊളി. അങ്ങനെ വെള്ളാനകളുടെ നാട് പരമ്പര ദാസനും വിജയനും വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാണിയപ്പാറയാണ്. വാണിയപ്പാറയിൽ രണ്ടാം തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്, ദാസനോ വിജയനോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സീമ സനോജ്. അപ്പോൾ സ്ഥാനാർത്ഥി വാണിയപ്പാറയുടെ സ്ഥാനാർത്ഥി സീമ സനോജാണ്. എടുത്തു പറയേണ്ട ഈ ഒരു തിരഞ്ഞെടുപ്പിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ രണ്ടാം തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള കാരണം? കഴിഞ്ഞ തവണ ഞാൻ മത്സരിക്കാൻ നിന്നപ്പോൾ വനിതാ സീറ്റായിരുന്നു. എനിക്ക് നിലവിൽ സീറ്റ് തന്നില്ല. ആയതിനാൽ ജനങ്ങളെല്ലാം എന്നോട് ആവശ്യപ്പെട്ടു സ്വതന്ത്രയായി നിങ്ങൾ മത്സരിക്കണം. അതുകൊണ്ട് അന്ന് മത്സരിച്ചു. അപ്പോൾ ഇപ്രാവശ്യം MLA അടക്കം നമ്മളോട് പറഞ്ഞു പ്രയോറിറ്റി തരാം ഇപ്രാവശ്യം. പക്ഷേ നമ്മളെ പരിഗണിച്ചിട്ടില്ല ഇപ്രാവശ്യവും. അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രയായി നിൽക്കണമെന്ന് ജനങ്ങളുടെ ആവശ്യമാണ്, അല്ലാതെ എൻ്റെ ഒരു സ്വന്തം താല്പര്യതയോ അതിനുള്ള ഒരു ഇതൊന്നുമല്ല. ജനങ്ങൾ എല്ലാവരും എന്നോട് ആവശ്യപ്പെടുന്ന ഒന്നും കൂടെ മെമ്പർ, ജനറൽ വാർഡാണെങ്കിൽ പോലും മെമ്പർ മത്സരിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. യെസ്. അപ്പോൾ രണ്ടാം തവണയും ജനങ്ങളുടെ ഒരുപാട് സപ്പോർട്ട്
ഉണ്ട്. ജനങ്ങളുടെ ആഗ്രഹമാണ് മത്സരിക്കണം എന്നുള്ളത് അല്ലേ? അതെ അതെ. അപ്പോൾ വിജയ എന്താ ചോദിക്കാനുള്ളത്? അല്ല, ഞാൻ മെമ്പർ കഴിഞ്ഞ 5 വർഷം പ്രവർത്തനം മത്സരിച്ച് ജയിച്ചു. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും മെമ്പറോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത് അല്ലേ? അതെ. കഴിഞ്ഞ ഒരു 5 വർഷം, അതായത് പിന്നെ സ്വതന്ത്രയായി ജയിച്ചാൽ പോലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ആ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ വാണിയപ്പാറ വാർഡിലെ ജനങ്ങൾക്കായി എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തതെന്നൊരു ചുരുക്കത്തിലൊന്ന് പറയാൻ പറ്റുമോ? എല്ലാവരെയും നമ്മൾ ഒരേ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു എന്ന് തന്നെയുള്ളതാണ്. അതാണ് ഒരു കാൻഡിഡേറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും അവിടെയാണ്. പിന്നെ എല്ലാ മേഖലകളിലും ഞാനെപ്പോഴും എൻ്റെ ജനങ്ങളോടെല്ലാം പറയുന്നത്, ഞാൻ 24 hours അവൈലബിൾ ആണ്. എന്നെ എപ്പോഴും വിളിക്കാം, ആർക്കും വരാം എൻ്റെ വീട്ടിൽ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമ്മളെ സംബന്ധിച്ചില്ല. അതാണ് ജനങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന ഒരു മെമ്പറായിട്ടാണ് എന്നെ എല്ലാവരും കാണുന്നതും. ഞാൻ അങ്ങനെ തന്നെയാണ് താനും. പിന്നെ എല്ലാ മേഖലകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് കിട്ടുന്നതനുസരിച്ചാണ് നമ്മുടെ ഈ പൊതുവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്നും നമുക്ക് മെയിനായിട്ട് ചെയ്യാനൊന്നും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റോഡിൻ്റെ ഫണ്ടാണെങ്കിൽ പോലും മണിമരുതൻചാല് മേഖലയിൽ അവർ നമ്മളോട് പറയുന്നുണ്ട്, എന്താ മെമ്പറെ അവിടെ റോഡില്ലാത്ത? ഓൾറെഡി അവിടെ റോഡ് പാസ്സായി കിടപ്പുണ്ട് 7 ലക്ഷം രൂപ. പിന്നെ അതിൻ്റെ മുകളിലോട്ട് പള്ളിക്കുന്ന് റോഡ്, അവിടെ എൻ്റെ ഒരു 5 ലക്ഷം രൂപ പാസ്സായി കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ ഉണ്ണിശപ്പള്ളിയുടെ താഴെ ഉള്ള റോഡും അതൊരു 5 ലക്ഷം രൂപ പാസ്സായി കിടപ്പുണ്ട്. അത് ഈ ഇലക്ഷന് ശേഷം അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓൾറെഡി മണിമരുതൻചാലിൽ അവിടെ ടാർ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ MLAയുടെ ഒരു ഫണ്ടും അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു മഡ് റോഡാണ്, കോൺക്രീറ്റ്, അതൊരു 10 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം മണിമരുതൻചാലിൽ തന്നെ MLAയുടെ ഒരു ഫണ്ട് ഒരു 15 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതൊരു കലുങ്ക് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ട്. അത് അവിടെ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരും കുറച്ച് മുകളിലോട്ടുള്ള ഒരു റോഡാണ്. അവിടെ ഈ റോഡ് മാറ്റി ചെയ്തതാണ് നമ്മൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജയിച്ച് വന്നപ്പോൾ അവർക്ക് വാക്ക് കൊടുത്താണ്. അതെന്ത് വിധേനയും നമുക്കത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ട് ഒരിക്കലും നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്കിൽ നിന്നുള്ള ഫണ്ടുകൾ, MLA തരുന്ന ഫണ്ടുകൾ, MP-യുടെ ഫണ്ടുകൾ, അതൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബഡ്ജറ്റ് കൂടുതൽ വരുന്നതാണ്. അതുകൊണ്ട് അത് 15 ലക്ഷത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ്. അവർ വന്ന് നോക്കിയിട്ട് പോയതാണ്. അതിപ്പോൾ ഓൾറെഡി പാസ്സായി കിടപ്പുണ്ട്. പിന്നെ അല്ലാതെയുള്ള സാധാരണക്കാരിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ എല്ലാ മേഖലകളും, എന്തെല്ലാം സംഭവങ്ങൾ, പ്രൊജക്റ്റുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ചത്, ഞാൻ ആരെയും അങ്ങനെ എന്നാ പറയണ്ട, ഇന്ന ആൾക്കെ കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു ചിന്തയിലൊന്നുമല്ല. നമ്മളൊരു ഏകദേശം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം സംഭവങ്ങളുണ്ടോ അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഗ്രാമസഭയിലാണെങ്കിൽ പോലും നമുക്കെന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മളോടത് പറയണം. അതനുസരിച്ച് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് നമ്മുടെ ഒരു ചിന്താഗതി തന്നെ. എങ്കിലും ഈ 5 വർഷക്കാലം എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരേ കണ്ണിൽ കൂടെ കണ്ടുകൊണ്ട് ആർക്കു വേണ്ടിയിട്ടും എന്ത് പ്രവർത്തനങ്ങൾ, അത് ഞാൻ ഒരിക്കലും രാഷ്ട്രീയം നോക്കാറില്ല ഇതിനകത്ത്. ഞാൻ ഒന്നാമതെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന വ്യക്തിയായതുകൊണ്ട് ഇന്ന വിഭാഗമെന്നൊന്നുമില്ല. അതിൽ എല്ലാവർക്കും ജാതി തുല്യമായിട്ട് നമ്മൾ അത് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് വളരെ ചാരിതാർത്ഥ്യത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്നത് കാര്യം. മെമ്പറുടെ ഒരു പഠനവും അതുപോലെ തന്നെ പൊതുപ്രവർത്തനവും ഒക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം പഠിച്ച സ്കൂളൊക്കെ പഠിച്ച അങ്ങാടിക്കടവ് സ്കൂളിൽ. അന്നേരം തന്നെ അന്ന് തന്നെ 10ാം ക്ലാസ്സിൽ ഞാൻ ലീഡറായിരുന്നു. അത് വേറൊരാളുമായിട്ട് മത്സരിച്ച് 35 വോട്ടിന് ഞാൻ അന്ന് ജയിച്ചത്. അപ്പോൾ തന്നെ നമുക്ക് ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊരു, പക്ഷേ ഇങ്ങനെയൊരു ഇതിലേക്ക് വരുമെന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം നമുക്കങ്ങനെ. കൂടുതലും ഞാൻ രണ്ടാംകടവിലാണ് എൻ്റെ സ്വദേശം. അവിടുന്ന് പള്ളി മുഖാന്തരമാണ് നമ്മൾ ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ മുന്നോട്ട് വരാനൊക്കെ സാധിച്ചത് തന്നെ. ഞാനിപ്പം മെമ്പർ വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ പദ്ധതികൾ, ഇപ്പം പാസ്സായിരിക്കുന്ന പദ്ധതികളൊക്കെ നടപ്പാക്കാൻ താമസം വന്നത് കാലാവസ്ഥയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ അതുകൊണ്ടാണോ അത് ഇപ്പം ലേറ്റായി പോയതെന്ന്? അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏപ്രിൽ തുടങ്ങിയ മഴ അവസാനിച്ചത് 2 ആഴ്ച മുന്നെയാണ്. അതുകൊണ്ട് ടാർ റോഡുകളൊന്നും നമുക്ക്
ടാറിങ്ങിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. കാരണം ഒരു ഇലക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ആൾക്കാർ കുറച്ച് നെഗറ്റീവ് പറയുമല്ലോ, ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന റോഡ് നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള. പക്ഷേ അവരോട് നമ്മൾ യാഥാർത്ഥ വസ്തുത പറഞ്ഞാൽ പോലും അവർ മനസ്സിലാകാതെ ഇങ്ങനെ നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ മെമ്പറുടെ അടുത്ത് വീണ്ടും ചോദിക്കാൻ കാരണം. അതാണ് മെമ്പർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഇത്ര ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്, ഇത്ര അനുവദിച്ചിട്ടുണ്ടെന്ന്. അത് എന്തുകൊണ്ട് താമസം വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിലൂടെ ജനങ്ങളോട് പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ചോദിക്കാൻ കാരണം. അല്ലാതെ അത് പാസ്സായി എന്ന് പറയുമ്പോൾ അടുത്ത കാലഘട്ടത്തിലേ വരുള്ളൂ. അതൊരു പുതിയ മെമ്പറുടെ കാലഘട്ടത്തിൽ പോകും. ഇപ്പം പിന്നെ മെമ്പർ തന്നെ തിരിച്ചു വരുവാണെങ്കിൽ ഓക്കെ, അല്ലാത്തവരും വേറൊരാളുടെ പോയിന്റിലോട്ട് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പിന്നെ പരമാവധി നമ്മൾ ഈ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ഏകദേശം നമുക്കൊരു 80% നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു നമ്മുടെ ഈ സംഭവത്തിൽ. കാരണം എല്ലാം എനിക്ക് തോന്നുന്നു, ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ അതിൽ വരുന്ന മേഖലകളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു. കാരണം നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് ജനങ്ങളോട് പറയാൻ പറ്റുമല്ലോ. അത് വനിതാ കലോത്സവമാകട്ടെ, ഭിന്നശേഷിക്കാരുടെ ആകട്ടെ, നമ്മുടെ അംഗൻവാടി കലോത്സവമാകട്ടെ, ഇതെല്ലാം നമ്മുടെ ക്ഷേമത്തിൻ്റെ ഇതിൽ വരുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ വയോജനങ്ങളുടെ ടൂർ പോവുകയുണ്ടായി. അങ്ങനെ കുറേ അവരെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പഞ്ചായത്തിനാണെങ്കിലും നല്ല വികസന പദ്ധതികൾ ചെയ്യാൻ സാധിച്ചു ഈ സമയം കൊണ്ട് തന്നെ. കാരണം ഈ ഇങ്ങനെ ഇലക്ഷൻ വരുമെന്നും അതിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുമല്ലോ. അതിന് മുന്നേ എല്ലാം തന്നെ ഏകദേശം 80% നമ്മൾ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു. ഇനി ഞാനാണ് അല്ല വേറെ ആരെങ്കിലും വരുന്നതെങ്കിലും അവർക്ക് ഈസിയാണ് ചെയ്തു തീർക്കാൻ. കുടുംബത്തിൻ്റെ സപ്പോർട്ട് അതാണ് ഏറ്റവും, ഈ ഒരു പൊതുപ്രവർത്തകയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. എല്ലാവരും ഞങ്ങൾ ചോദിക്കുന്നവരെല്ലാവരും പറയുന്നത് കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ്. അപ്പം മെമ്പറുടെ കുടുംബത്തിൽ നിന്നുള്ള ആ സപ്പോർട്ട് കൂടി ഞങ്ങളോടൊന്ന് പറയാമോ? എൻ്റെ ഭർത്താവ് സനോജ് ഓൾറെഡി രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. പുള്ളി 16 വയസ്സ് തൊട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിനോട് എന്നെക്കാളും ഭയങ്കര സ്പിരിറ്റുള്ള ആളാണ് ഈ രാഷ്ട്രീയത്തിനോട്. പുള്ളി സനോജിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും. അതുപോലെ തന്നെ ഫുള്ള് സപ്പോർട്ടീവാണ് ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിനും. അതിനകത്ത് എന്നേക്കാൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് സനോജാണ്. അതാണ് അതിൻ്റെ അകത്ത് ഒരു മെയിനായ വിഷയം. കാരണം എവിടെ പോകാനും വരാനും നമുക്കൊരു സ്വാതന്ത്ര്യം, അത് വലിയൊരു ഘടകമാണ് ലേഡീസിന്. നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന 100% എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ആ കാര്യത്തിൽ. പിന്നെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനും. മക്കൾ 2 പേരാണ്. മോള് നഴ്സിംഗ് പഠിക്കുന്നു ബാംഗ്ലൂർ, മോനിപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിങ്ങനെ എൻ്റെ ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് കൂടുതൽ നന്നായിട്ട് കടന്നു വരാൻ സാധിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സംഭവം തന്നെ. ഇലക്ഷൻ പ്രചരണമൊക്കെ എവിടെ വരെയായി? ഇങ്ങനെ വോട്ടൊക്കെ ചോദിക്കാൻ പോകുമ്പോൾ നമ്മുടെ വോട്ടർമാരുടെയും നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ എങ്ങനെ? ഞാൻ ഇലക്ഷൻ പ്രചരണം ഓൾറെഡി നേരത്തെ 1 മാസം മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. കാരണം എനിക്കറിയത്തില്ല, സീറ്റ് ഇത് ജനറൽ വാർഡായതുകൊണ്ട് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എങ്കിലും എനിക്ക് ഇവിടെ ആരുടെ വീട്ടിലും കയറി ചെല്ലാം, അത്രയൊരു ഫ്രീഡം ഉണ്ട്. എല്ലാവരെയും പേര് വിളിച്ചുള്ള ബന്ധമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് കരിക്കോട്ടക്കരി വാർഡിൽ എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാം എന്നും പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവിടെ ബോർഡെല്ലാം വെച്ചു, എൻ്റെ ഡിക്ലറേഷൻ തന്നു. അന്ന് രാത്രി തന്നെയാണ് അവിടെ വേറൊരാൾ റിബലായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം എനിക്ക് അവിടെ ആരെയും അറിയത്തില്ല, ഒരാളെ പോലും പേര് വിളിച്ചുള്ള ബന്ധമില്ല. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ അത് ഭയങ്കര ഹൈ റിസ്ക്കാണ്. നമ്മളിപ്പം ജയിച്ചാലും തോറ്റാലും നമ്മുടെ വാർഡിലാകുമ്പോൾ നമുക്കതിനകത്ത് പരാതിയില്ല. അത് എൻ്റെ പ്രവർത്തനം വെച്ച് ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇങ്ങനെ 2ാം വട്ടവും ഈ ജനറൽ വാർഡായിട്ടും ഇറങ്ങി പുറപ്പെടാനുള്ളൊരു തീരുമാനം. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. നമ്മളൊരു 3 വീട്ടിൽ അടുപ്പിച്ച് വീട് കയറുക, അപ്പോൾ അവരെല്ലാം നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പുറകോട്ട് പോകും. പക്ഷേ അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് മെമ്പർ വരണം, നല്ലതാണ്. കഴിഞ്ഞ 5 വർഷം മെമ്പർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വേഗതയിൽ അതുപോലെ തന്നെ ആ സമയബന്ധിതമായി ചെയ്തു തന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. എല്ലാ മേഖലയിലും ആരും അതിനകത്ത് ഇതുവരെ എന്നോട് അങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് അങ്ങനെ മുന്നോട്ട് വരണമെന്നുള്ളൊരു താല്പര്യം തന്നെ തോന്നാൻ കാരണം. പുതിയ വോട്ടർമാരുടെ അടുത്ത് സമീപിക്കുമ്പോൾ അവരോട് പുതുതായിട്ട് എന്തൊക്കെ ചെയ്യാൻ നമ്മുടെ ഫ്യൂച്ചറിലോട്ട്, നമ്മുടെ ഈ 5 വർഷത്തേക്ക് വാർഡിന് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്
നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വാർഡിൽ 7ഓളം പുതിയ റോഡുകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ റോഡുകളെല്ലാം ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ 5 വർഷം കൊണ്ട്, അടുത്ത 5 വർഷം കൊണ്ട് പോകാൻ സാധിക്കും. പിന്നെ കലുങ്ക് വേണ്ടവർക്ക് കലുങ്ക്, അതുപോലെ തന്നെ പിന്നെ കുടിവെള്ള പദ്ധതി ഓൾറെഡി നമ്മുടെ ജൽജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയെല്ലാം അവർ പൈപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് 2025-30 അത് പ്രാവർത്തികമാകുമെന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ പോലും വെള്ളമില്ലാത്തവർക്ക് നമ്മൾ പഞ്ചായത്ത് തന്നെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ പിന്നെ ബോർവെല്ലൊക്കെ അടിച്ച് ഒരു മേഖലയിൽ വെള്ളമില്ലാത്ത ഭാഗത്തൊക്കെ കണ്ടെത്തി നമ്മളെല്ലാ വർഷവും അങ്ങനെ കുടിവെള്ളത്തിൻ്റെ ഒരു പാക്കേജ് ചെയ്യലുണ്ട്. ഇപ്പം ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് ഈ ഇതിൽ വരാൻ സാധിച്ചിട്ടില്ല. കുടിവെള്ള മേഖലയിലേക്ക് ഈ ഇത്ര നേരത്തെ ആയതുകൊണ്ട് മാർച്ച് വരെ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ഒരു 2025-26 വർഷത്തെ പദ്ധതികൾ വരുന്നുണ്ടല്ലോ. അത് 2-3 സ്ഥലത്തൊക്കെ നമ്മളങ്ങനെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പൊക്കെ ചെയ്യാൻ സാധിക്കും. കുട്ടികളുടെ ഒരു കളിസ്ഥലം കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് നമുക്കൊരു സ്ഥലം ആരെങ്കിലും വിട്ടു തന്നാൽ അത് വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് നമുക്ക് ഓൾറെഡി നമ്മുടെ ചാത്തമ്പടം മത്തഞ്ചേട്ടൻ സബ് സെൻറ്ററിന് സ്ഥലം അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പം മത്തഞ്ചേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടു ഇനി മെമ്പറാണ് വരുന്നതെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അതൊന്നും എഴുതിയൊന്നും മേടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നമുക്കത് ഉടനടി ഇപ്പം ചെയ്യാൻ സാധിക്കും. അത് അടുത്ത 5 വർഷത്തിനുള്ളിൽ വരുന്ന ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. കാരണം നമ്മുടെ PHCയുടെ ഒരു സബ് സെൻ്ററാണ് നമ്മുടെ ഇല്ലിക്കപ്പാലത്തിന് അടുത്തായിട്ട് വരുന്നത്. അതെ, പകൽ വീടിൻ്റെ ഇല്ലിക്കപ്പാലത്തിൻ്റെയും കൂടെ നടുക്കായിട്ട് വരുന്ന ഒരു. എത്ര സെന്റ് സ്ഥലമാണ് മത്തഞ്ചേട്ടൻ 6 സെന്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്ക് തന്നേക്കുന്നതാണ്. നമ്മൾ എഴുതി മേടിച്ചില്ല എങ്കിൽ പോലും അതിലേക്ക് വന്നു. നമ്മളെല്ലായിടത്തും നമ്മൾ പറഞ്ഞു അതൊരു വലിയൊരു പ്രൊജക്റ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വാണിയപ്പാറ നാടിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങാടിക്കടവ് വരെ പോകാതെ നമുക്കിവിടെ അങ്ങനെയുള്ള ഒരു ആനുകൂല്യം ചെയ്ത് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു പോസിറ്റീവാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ വാണിയപ്പാറ സാംസ്കാരിക നിലയത്തിൽ ഈ സബ് സെൻറ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഈ ഇലക്ഷന് ശേഷം നമുക്ക് പോകാൻ സാധിക്കും. അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് എല്ലാം ഒന്ന് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ ഇനി സമയമെടുക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ അല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് റോഡിൻ്റെ വിഷയങ്ങളാണ് പൊതുവായിട്ടുള്ളൊരു വിഷയങ്ങൾ വരുന്നത്. അല്ലാതെ ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് വളരെ നന്നായിട്ട് എല്ലാ മേഖലകളിലും നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി, അതുപോലെ തന്നെ മൃഗസംരക്ഷണം, അതെല്ലാം പ്രൊജക്റ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അതിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതലൊന്നും കൂടെ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. പിന്നെ തൊഴിലുറപ്പ്, അതുപോലെ തന്നെ കുടുംബശ്രീ, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കുറച്ചും കൂടെ നല്ല ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരാനും ആൾക്കാരിലേക്ക് സാധാരണക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. എനിക്ക് തോന്നുന്നു നമ്മുടെ വാണിയപ്പാറ വാർഡിൽ 65% കൂടുതൽ സാധാരണ ജനങ്ങളാണ്. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം സാധാരണക്കാരിൽ നമ്മളുണ്ടാകുമ്പോൾ അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ടും മുന്നോട്ട് വരാനുള്ള സാധ്യതകളും. അതാണ് നമ്മൾ പഠിക്കേണ്ട. അതെ, സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇനി അത് ഇത് മലയോര മേഖലയാണ്, വന്യമൃഗശല്യം കൂടുതലുള്ള സ്ഥലമാണ്. വന്യമൃഗശല്യത്തെക്കുറിച്ചും അതെ, വന്യമൃഗശല്യത്തിന് വേണ്ടി ഇപ്പം കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളായതുകൊണ്ട് ഈ വന്യമൃഗശല്യം, അതുപോലെ തന്നെ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ തന്നെ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാസനും വിജയനും ചോദിക്കുകയാണ് മെമ്പറോട്, ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. എങ്ങനെ ഇനി ഒരു 5 വർഷം കിട്ടുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മെമ്പർ ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് മേഡത്തിൻ്റെ പ്ലാൻ? മെയിനായിട്ട് നമ്മൾ തുടങ്ങി വെച്ച ഫെൻസിങ് പദ്ധതി, അത് നമ്മുടെ ഈ ഉണ്ണീശപ്പള്ളി മുഖാന്തരം തന്നെ നമ്മൾ അച്ഛനും നമ്മുടെ കൈക്കാരന്മാരും നമ്മളെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഭരണസമിതിയിലെ എല്ലാവരും പ്രസിഡൻ്റ് അടക്കം നമ്മളിവിടെ 3-4 ദിവസത്തോളം നമ്മൾ നമ്മുടെ പാറക്കാമല അങ്ങ് മലയ്ക്ക് പോയിട്ട് കാടെല്ലാം വെട്ടിത്തെളിച്ച് അതിൻ്റെ ഫെൻസിങ്ങിൻ്റെ സംവിധാനം ചെയ്തു കൊടുത്തു. അതിൻ്റെ ബാക്കി ചെയ്യാനുള്ള ഫോളോ അപ്പുകൾ നമുക്ക് പൂർത്തീകരിക്കണം. അതാണ് മെയിനായിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ആന അങ്ങനെയുള്ള വലിയ മൃഗങ്ങളെ തടയിടാൻ നമുക്ക് സാധിക്കും. പിന്നെ ഈ പന്നി ശല്യം എന്ന് പറയുമ്പോൾ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു മേഖല. നമ്മളതിലെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചുറ്റും കാടാണ്. ആ കാട് ആരുടെ അധീനതയിലുള്ളതാണോ അവരെ കൊണ്ട് അത് വെട്ടിത്തെളിപ്പിക്കാനുള്ള ഒരു തീരുമാനം പഞ്ചായത്ത് എടുക്കാനായിട്ട് മുന്നോട്ട് വരണം.
അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഞാൻ തന്നെയായിരിക്കും. കാരണം നമ്മൾ ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഈ വക മൃഗങ്ങളെല്ലാം അവിടെ പാർക്കുന്നത് കൊണ്ടും ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഇതിൽ നിന്ന് മാറി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാട് തെളിച്ചേ പറ്റൂ. പക്ഷെ നമ്മൾ ജനങ്ങളോടല്ലേ അതിൻ്റെ ഓണറോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാട് തെളിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു വരുമാനവും ഇല്ല. അതുകൊണ്ടാണ് തെളിക്കാതിരുന്നത്. പക്ഷേ നമുക്ക് പഞ്ചായത്തിൽ വേണേൽ അതൊരു പ്രൊജക്റ്റ് വെച്ച് വേണം ചെയ്യാം. ഇന്ന ആൾക്കാരോട് അത് തെളിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവർ തെളിച്ചിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് മുഖാന്തരം അത് തെളിപ്പിച്ച് അവരുടെ അടുത്തുനിന്ന് അത് ഈസി വാക്കൊന്നുമല്ല അത്. പക്ഷേ നമുക്ക് വേണേൽ അത് വർക്കൗട്ടിലേക്ക് കൊണ്ടുവരാം. അതാ ഒരു ചാൻസ് ഉള്ളൂ. അല്ലാതെ ഒരാളെ നമുക്ക് പ്രസ് ചെയ്ത് നിങ്ങൾ തെളിച്ചേ പറ്റൂ എന്നുള്ള ഒരു ചിന്തയെ കൊണ്ടുപോകാതെ അവരോട് നമുക്ക് ആവശ്യപ്പെട്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സാധ്യമാകാൻ ചാൻസ് ഉണ്ട്. വന്യജീവികളുടെ ആക്രമണവും ഇങ്ങോട്ട് കടന്നു കയറലും പിന്നെ ജനങ്ങളുടെ എന്നാ പറയണ്ടേ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണി വരുന്നുണ്ടല്ലോ അതിനകത്ത്. ഈ ഫെൻസിങ്ങിന്റെ വർക്ക് എത്ര ശതമാനത്തോളം പൂർത്തിയായി എന്നല്ലോ അറിയാമോ? അതിപ്പോൾ ഈ മഴ വന്നിട്ട് അത് നിർത്തിവെച്ചായിരുന്നു. ഏകദേശം നമ്മുടെ ഇവിടുന്ന് രണ്ടാംകടവിലൊക്കെ ഏകദേശം ആയി. ഇനിയിപ്പോൾ ഇത് കണക്റ്റീവ് ആയിട്ടില്ല. മൊത്തത്തിലുള്ള നമ്മുടെ കണക്ഷൻ വരുമല്ലോ, അതിലേക്ക് പോയിട്ടില്ല. അതിനിയിപ്പോൾ ഉടനെ എനിക്ക് തോന്നുന്നു അടുത്ത ഭരണസമിതി വരുമ്പോൾ നമുക്കത് കാര്യമായിട്ട് നമുക്കത് ആലോചിച്ച് ഉടനടി അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം പാസ്സായതാണ്. വർക്കുകൾ തീർത്താൽ മതി. അതുപോലെ വിജയ വേറൊരു കാര്യം ചോദിക്കണ്ടേ, നമ്മളെ വാണിയപ്പാറ വാർഡാണ്. ഏകദേശം എത്ര വോട്ടർമാരുണ്ടാവും എന്നാണ്? 1050 വോട്ടർമാർ. പുതു വോട്ടർമാരൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരും വിദേശത്താണോ? വിദേശത്തും ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാർ നമുക്ക് ഈ ക്രിസ്ത്യൻ മേഖലയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കുട്ടികളൊക്കെ പഠിക്കാൻ വിദേശത്ത് പോയവരുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന ജർമ്മനി, കാനഡ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അവിടെ നിന്നൊന്നും തിരിച്ച് വന്നവർ വോട്ട് ചെയ്യാൻ വേണ്ടി വരത്തൊന്നുമില്ല. പക്ഷേ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഒരുമാതിരി ആൾക്കാർക്ക് ഒക്കെ വോട്ട് ചെയ്യാൻ വരുമെന്നാണ് വിശ്വാസം. നമ്മൾ സംസാരിച്ചായിരുന്നു, വരുമെന്നാണ് പറഞ്ഞത്. അവരൊക്കെ ഇവിടെ എത്തും നമ്മളെ ജയിപ്പിക്കാൻ. യെസ്, ഒരു വിശ്വാസം മെമ്പറുടെ ബലം. ജനങ്ങളാണ് മെമ്പറുടെ ബലം. ഈ പുതു വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? പുതു വോട്ടർമാരോട് അവർ അങ്ങനെ ഒരു എന്നാ പറയണ്ടേ, ഒരു രാഷ്ട്രീയമില്ല അവർക്ക്. അങ്ങനെ എങ്കിലും ഒരു നല്ല ആക്റ്റീവായ ഒരു മെമ്പർ വന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നമുക്ക് സന്തോഷമാണ്. അതാണ് അവർ പറയുന്നത്. അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഉപദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇനി വരുന്ന നമ്മുടെയൊക്കെ കാലത്തിന് ശേഷം അടുത്ത തലമുറ വരണമല്ലോ. അപ്പോൾ അതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് നമ്മുടെ ഈ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തർ കടന്നു വന്ന്, പിന്നെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുന്ന ഒരു സംഭവത്തിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ കരകയറി വരണമെന്നാണ്. ഈ PSC പോലുള്ള ഇതൊക്കെ ചെയ്യുന്ന കൂടുതലും നമ്മൾ ക്രിസ്ത്യൻ മേഖലയിൽ അവർ അതിനുവേണ്ടി മെനക്കെടാൻ തയ്യാറല്ല. പക്ഷെ ഇവിടെ നമുക്കൊരു PSC കോച്ചിങ് സെൻ്ററൊക്കെ നമ്മുടെ പഞ്ചായത്തിലുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെ ഇവിടെ നിലനിർത്താൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ PSC കോച്ചിങ് സെൻ്റർ ഉള്ളത് പ്രഗതി അവിടെ മാത്രമുള്ള അവിടെയാണ് കൂടുതലും കുട്ടികൾ പോയിട്ട് പഠിക്കുന്നത്. പക്ഷെ അവിടെ പോയാലും നല്ല പോസിറ്റീവ് ഉണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ജയിച്ച് വരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അയ്യങ്കുന്നില് പഞ്ചായത്തുകളിൽ ഇതേപോലെ PSC സെന്റർ നല്ല നിർദ്ദേശമാണ്. പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഓരോ PSC കോച്ചിങ് സെന്ററുകൾ ആരംഭിച്ച് ആ പ്രദേശത്തെ യുവജനങ്ങളെ നാട്ടിൽ തന്നെ നിർത്താനുള്ള സംവിധാനം വളരെ വളരെ ആരും ഇതുവരെ നമ്മൾ സംസാരിച്ച് ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു പോയിന്റാണ്. പിന്നെ ഒന്ന് മെമ്പറായി ചോദിച്ചു, നമ്മുടെ ഇപ്പം ഒരു യുവതലമുറയുടെ ലഹരിയുടെ ഒരു അതിപ്രസരം അല്ലേ ദാസ? അതെ, ആ ഒരു ഇതിനെ എങ്ങനെ യുവതലമുറ ഭയങ്കരമായിട്ട് അതിനുവേണ്ടി നമ്മുടെ ഒരു സ്ഥാനാർത്ഥി അടുത്ത മെമ്പറൊക്കെ ആയി വരുമ്പോൾ 5 വർഷം കൊണ്ട് ഒരുപാട് പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട്. അതിന്റെ തുടർച്ച അതിനകത്ത് നമ്മുടെ വാണിപ്പാറ മേഖലയെ സംബന്ധിച്ച് അങ്ങനെ കുട്ടികളിലെ ലഹരി നമ്മളങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത് കാണലില്ല. വലിയവരിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾ അതെല്ലാം ഹൈഡ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇന്നയാൾ ഇന്ന പോലെ അത് ഉപയോഗിക്കുന്നില്ല നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ സ്കൂൾ ബേസ് ചെയ്ത് ഞാൻ 5 വർഷക്കാലത്തോളമായിട്ട് അങ്ങാടിക്കടവ് സ്കൂളിലെ MPTA പ്രസിഡൻ്റാണ് തുടർച്ചയായി. അപ്പം അവിടെയുള്ള ശരിക്കുമുള്ള ഒരു ചർച്ച തന്നെ നമുക്ക് ഈ കുട്ടികളെ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുത്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് മാതാപിതാക്കന്മാർ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കന്മാർ തന്നെയാണ് ആ കുട്ടികളെ നന്നാക്കി കൊണ്ടുവരേണ്ടത്. അവരുടെ ഒരു കടമയാണ്. ആ ഒരു കടമ കഴിഞ്ഞാലേ പിന്നെ ടീച്ചേഴ്സിന് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിന് നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യലുണ്ട്. കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതിനുള്ള ക്ലാസ്സുകൾ എടുക്കാനും അങ്ങനെ അഡിക്റ്റായ കുട്ടികളെ
കുട്ടികളെ കണ്ടെത്തി പോലീസാണേലും എക്സൈസ് ആണേലും അവർക്ക് കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനും അവരോടൊപ്പം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ തന്നെ അതിനകത്ത് തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഈ അടുത്ത തലമുറ ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതുപോലെ പിന്നെ അമിതമായിട്ടുള്ള ശരിക്കും കുട്ടികൾ മദ്യപാനം അല്ല അവരുദ്ദേശിക്കുന്നത്. പുത്തൻ ലഹരിയിലേക്ക് അവർ അങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ മാതാപിതാക്കളിൽ നിന്നുള്ളൊരു വീഴ്ച ഉണ്ടാകാം. പിന്നെ നമ്മുടെ കുട്ടികളെ ഒന്നും നമുക്ക് പറഞ്ഞ് ഇന്ന പോലെ നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവരങ്ങനെയൊന്നും വില്ലിങ് ആവുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു വിഷയം തന്നെ. അവർ അവരുടേതായ ഒരു ചിന്തകളിലേക്ക് പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ പുത്തൻ ഈ ലഹരിയായിട്ട് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊന്നും അധികം പിന്നെ ഇതൊന്നുമില്ല, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു തകൃതവോ അതിനകത്ത് പിന്നെ പണിയെടുത്ത് അടുത്ത തലമുറ നല്ല തലമുറയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരിലുള്ള ആ ഒരു വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ അവർക്ക് അന്നേരത്തെ ഒരു കാര്യമേ ഉള്ളൂ. അതിനുശേഷം അടുത്ത നാളെക്കുറിച്ച് ഉള്ള ചിന്ത അവരുടെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെയാണ് നാളെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് നമ്മുടെ സ്ഥാനാർത്ഥി പറയുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പറഞ്ഞാൽ ബോധവൽക്കരണ ക്ലാസ്സുകളാണ്. ക്ലാസ്സുകൾ അത് നമ്മൾ 1 2 ക്ലാസ്സുകൾ കൊണ്ടൊന്നും ആരെയും നമുക്ക്, കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ഇൻ്റലക്ച്വലാണ്, വളരെ അഡ്വാൻസ്ഡാണ്. നമ്മളെക്കാളും ഒത്തിരി അഡ്വാൻസ്ഡാണ് അവരുടെ തോട്ടും അവരുടെ കാഴ്ചപ്പാടുകളും. അപ്പം നമ്മൾ ഒരു പുറകെ നിൽക്കുന്ന തലമുറ അവരത്ര ഉൾക്കൊള്ളില്ല. എങ്കിലും നമ്മൾ പിന്തുടർന്ന് ഈ ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകുക മാത്രമാണ് ഈ നമ്മുടെ തലമുറയെ സംരക്ഷിക്കാൻ അതിനുള്ള മാർഗം. അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു ചിഹ്നം? കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചിഹ്നം പൈനാപ്പിൾ, കൈതച്ചക്ക. ഈ പ്രാവശ്യം എന്താ കൊടുത്തിട്ടുള്ളത്? ഈ പ്രാവശ്യം അത് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങളൊരു നല്ല പൈനാപ്പിൾ ഈ പൈനാപ്പിൾ ചിഹ്നം തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഉണ്ട്, പ്രതീക്ഷയുണ്ട്. വേറെ ആരും അങ്ങനെ കൊടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ആയിരിക്കും അല്ലേ? അതെ അതെ, അത് കാണുമ്പം പൈനാപ്പിളിന് ഒരു പ്രത്യേകത ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അടുത്ത എലുമ്പശാലും ചൊറിയും. തലയിൽ കിരീടമുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടം. ഫ്രൂട്ട്സിലെ രാജാവ് എന്നാ പറയാ, രാജാക്കന്മാർക്കല്ലേ കിരീടമുള്ളൂ. ഞാനത് ഓർത്ത് എടുത്തൊന്നുമല്ല. അന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു ലക്കി ചിഹ്നമായിരുന്നത് ശരിക്കും. അതുകൊണ്ട് തുടർന്നും എന്നോട് പലരും പറഞ്ഞ് വേറെ ചിഹ്നമൊക്കെ കൊടുക്കാമെന്ന്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഈ ഒരു ചിഹ്നം തന്നെ കൊടുക്കാം. പ്രാവശ്യം അങ്ങനെ തന്നെ ഒരു ലക്കി ചിഹ്നം തന്നെ ആയി മാറട്ടെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം നമ്മുടെ വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളിലേക്ക് ഒരു 5 വർഷം കൂടെ കടന്നു വരുമ്പോൾ നിങ്ങളിലെ ഒരാളായിട്ട് ഞാൻ മാറാൻ 100% ശ്രമിക്കുന്നതായിരിക്കും. അതാണ് എനിക്ക് വോട്ടർമാരോട് പറയാനുള്ളത്. അപ്പോൾ തിരിച്ചും വോട്ടർമാർ മെമ്പറുടെ വാക്കുകൾ കേൾക്കുക. ഒരുപാട് കാര്യങ്ങൾ മെമ്പർ ഇപ്പോൾ നമ്മുടെ ദാസനോടും വിജയനോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് 5 വർഷം ചെയ്തു വെച്ച വർക്കുകൾ ഒരുപാട് പൂർത്തിയാക്കി. ഇനി പൂർത്തിയാക്കാനുള്ളതും അതോടൊപ്പം തന്നെ പുതിയ ഐഡിയകൾ നമ്മുടെ വാർഡിൽ പുതിയ സംരംഭങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വിജയ നമ്മുടെ മെമ്പർ ഇപ്പോൾ ഓൾറെഡി മെമ്പർ ഇപ്പോൾ സ്ഥാനാർത്ഥിയുമായ നമ്മുടെ സീമ മെമ്പർ ഇപ്പം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാം നടക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അതായത് ഈ കഴിഞ്ഞ 5 വർഷം മെമ്പറിലുണ്ടായിരുന്ന അതേ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. നമുക്ക് മനസ്സിലാകുന്നു കഴിഞ്ഞ കഴിഞ്ഞ 5 വർഷം മുമ്പ് സ്വതന്ത്രയായിട്ട് വാണിയപ്പാറ വാർഡിൽ എങ്ങനെ മത്സരിച്ചോ അതിൽ ഒരു പടി കൂടി ആത്മവിശ്വാസത്തോടെയാണ് മെമ്പർ ഈ പ്രാവശ്യം നിങ്ങളെ സമീപിക്കുന്നത്. വേറൊന്നുകൂടി മെമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 24/7 ഞാൻ അവൈലബിൾ ആണെന്ന്. അതാണ് ഒരു മെമ്പർക്ക് അവർ വാർഡിലെ ജനങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വാഗ്ദാനം. അപ്പോൾ എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള വെള്ളാനകളുടെ നാടിൽ ദാസനും വിജയനും നമ്മുടെ സീമ മെമ്പറിന് നൽകുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യവും കൈതച്ചക്ക ചിഹ്നത്തിൽ വിജയിച്ച് നമ്മുടെ വാണിയപ്പാറയ്ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അയ്യൻകുന്ന് പഞ്ചായത്തിനും ശക്തമായിട്ടുള്ള ഒരു ഭരണസമിതി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കിരീടം വെച്ച ഫ്രൂട്ട്സായി വീണ്ടും അയ്യൻകുന്ന് പഞ്ചായത്തിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ദാസനും വിജയനും ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്യുന്നു. ഓക്കെ.